കോഫിയും പേസ്ട്രിയും സ്നാക്സും വിൽക്കലല്ല സ്റ്റാർബക്സിന്റെ പ്രധാന വരുമാന മാർഗം. അതൊരു ബാങ്കാണ്. ഒരു രാജ്യത്തും ബാങ്കിംഗ് ലൈസൻസ് ഇല്ലാത്ത, ബാങ്കിംഗ് നികുതികൾ അടയ്ക്കാത്ത ബാങ്ക്. എല്ലാ ബാങ്കുകളെയും പോലെ ഇടപാടുകാരെ ചൂഷണം ചെയ്ത് ചീർത്തു കൊടുക്കുന്ന ബാങ്ക്. ഇന്ന് ഈ നിമിഷം വരെ 41 രാജ്യങ്ങളിലായി 39,638 സ്റ്റാർബക്സ് സ്റ്റോറുകൾ തുറന്നിരിക്കുന്നുണ്ട്. ഇതിന്റെ 20% കമ്പനി നേരിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നവയും ബാക്കിയുള്ളവ ലൈസൻസിംഗ് വ്യവസ്ഥയിലുമാണ്. കോഫി, ഫ്രപ്പൂച്ചിനോ തുടങ്ങിയ സ്വന്തം ബ്ലെൻഡുകളുടെ റീറ്റെയിൽ, കോഫി മേക്കർ, കോഫി പാക്കുകൾ, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ബേക്കറി, സ്നാക്സ് തുടങ്ങിയവയുടെ വിൽപ്പന, ഇതെല്ലാമാണ് കമ്പനിയുടെ ആക്ടിവിറ്റി. പണം വരുന്നുണ്ട്, പക്ഷേ മിതമായ തോതിൽ മാത്രം. സ്റ്റാർബക്സിന്റെ പ്രധാന ലാഭം ഇനി പറയാൻ പോകുന്ന ബാങ്കിംഗ് ആക്ടിവിറ്റിയിലാണ്. അതിന്റെ കഥ തുടങ്ങുന്നത് 2008 അമേരിക്കൻ സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ്. ഓഹരി വിപണി തകർന്ന് തരിപ്പണമായ ആ സമയം സ്റ്റാർബക്സിന്റെ മൂല്യവും മൂക്കുകുത്തി. സ്റ്റാർബക്സിന്റെ സ്ഥാപകനായിരുന്ന ഹോവാർഡ് ഷൂൾസ് ആ സമയം കമ്പനി വിട്ട് കാലിഫോർണിയയിലെ കടൽത്തീര ബംഗ്ലാവിൽ വിശ്രമജീവിതത്തിലായിരുന്നു. സ്റ്റാർബക്സ് തങ്ങളുടെ സ്ഥാപകനെ തിരികെ വിളിച്ചു. ഷൂൾസ് വീണ്ടും സ്റ്റാർബക്സ് CEO ആയി. വന്നിറങ്ങിയ പാടെ ലാഭകരമല്ലാതിരുന്ന 900 സ്റ്റാർബക്സ് സ്റ്റോറുകൾ എന്നേക്കുമായി പൂട്ടുകയാണ് ഷൂൾസ് ചെയ്തത്. പകരം ചെറുനഗരങ്ങളിൽ ലൈസൻസിംഗ് നൽകി തുടങ്ങി. ബിസിനസ് മുന്നോട്ട് പോകണമെങ്കിൽ സ്റ്റാർബക്സിന് ധാരാളം പണം ആവശ്യമുണ്ടെന്ന് ഷൂൾസിന് ബോധ്യമായി. അങ്ങനെയാണ് സ്റ്റാർബക്സിന്റെ ബാലൻസ് ഷീറ്റിൽ അക്കങ്ങൾ പെരുകുന്ന ഒരു പുതിയ സംഭവം അദ്ദേഹം 2009 ലോഞ്ച് ചെയ്തത്. സ്റ്റാർബക്സ് ലോയൽറ്റി റിവാർഡ്സ് പ്രോഗ്രാം. പുതിയതൊന്നുമല്ല, കസ്റ്റമറുടെ കാശ് പിടുങ്ങാൻ ഒരുവിധം എല്ലാ റീറ്റെയിൽ ഭീമന്മാരും ചെയ്യുന്നത് തന്നെ. പക്ഷേ സ്റ്റാർബക്സിന്റേത് ഒരു വ്യത്യസ്ത റിവാർഡ്സ് പ്രോഗ്രാം ആയിരുന്നു. അതാണ് ഇതിവിടെ പറയേണ്ടി വന്നതും. സംഭവം ഇങ്ങനെയാണ്. നിങ്ങൾ സ്റ്റാർബക്സിന്റെ ഒരു കസ്റ്റമർ ആണെങ്കിൽ കാപ്പി കുടിക്കാൻ പോകുമ്പോൾ ലോയൽറ്റി റിവാർഡ്സ് കാർഡ് ലഭിക്കും. അതിന് പേയ്മെന്റ് ഒന്നും നൽകേണ്ട. എന്നാൽ പിന്നീട് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ പേപാൾ അക്കൗണ്ടോ സ്റ്റാർബക്സിന്റെ കാർഡുമായി ബന്ധിപ്പിക്കണം. അതുപയോഗിച്ച് ഈ ലോയൽറ്റി കാർഡിൽ പണം ലോഡ് ചെയ്യാം. ഒരു വാലറ്റ് പോലെ. പിന്നെ കാര്യങ്ങൾ എളുപ്പമാണ്. നിങ്ങൾ അടുത്ത തവണ സ്റ്റാർബക്സിൽ പോകുമ്പോൾ ഈ ലോയൽറ്റി റിവാർഡ്സ് കാർഡ് സ്വൈപ്പ് ചെയ്ത് പണം നൽകാം. ചെറിയ ഡിസ്കൗണ്ട് ലഭിക്കും എന്നതിന് പുറമെ നിങ്ങൾക്ക് ലോയൽറ്റി പോയിന്റ്സും സ്വന്തമാക്കാം. ഈ ലോയൽറ്റി പോയിന്റ്സ് ആവശ്യത്തിനാകുമ്പോൾ അത് ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്ത് സ്റ്റാർബക്സിൽ നിന്നും തുല്യ തുകയ്ക്കുള്ള സൗജന്യ കാപ്പിയും പലഹാരവും ലഭിക്കും. $10 മുതൽ എത്ര വേണമെങ്കിലും പണം ഈ കാർഡിൽ ലോഡ് ചെയ്യാം. ഇതിന് പുറമെ ലോയൽറ്റി കാർഡ് ഉള്ളവർക്ക് സ്റ്റാർബക്സിൽ പല പ്രയോറിറ്റികളുമുണ്ട്. ഓൺലൈനിൽ പ്രീ ഓർഡർ ചെയ്യാം, സ്ഥിരം സീറ്റ് പൊസിഷൻ, അങ്ങനെ പലതും. ഒരു വിൻ വിൻ സിറ്റുവേഷൻ. കസ്റ്റമറും ഹാപ്പി, സ്റ്റാർബക്സും ഹാപ്പി എന്ന് തോന്നിയില്ലേ? നോക്കാം. ഇത് മാത്രമല്ല, സ്റ്റാർബക്സിന് സ്വന്തമായ ഒരു മൊബൈൽ ആപ്പ് ഉണ്ട്. സ്റ്റാർബക്സിന്റെ ഉൽപ്പന്നങ്ങൾ ഓൺലൈൻ ആപ്പിൽ ഓർഡർ ചെയ്യാൻ ഈ ഗിഫ്റ്റ് കാർഡ് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ. ക്രെഡിറ്റ് കാർഡോ പേപാളോ ഒന്നും നേരിട്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല. ആകെയുള്ള പേയ്മെന്റ് ഓപ്ഷൻ ലോയൽറ്റി കാർഡ് മാത്രം. സ്റ്റാർബക്സ് സ്റ്റോറിൽ നിങ്ങൾ എത്തുന്നതിന് മുമ്പ് സ്റ്റാർബക്സ് ആപ്പിൽ ലോയൽറ്റി കാർഡ് ഉപയോഗിച്ച് ഓർഡർ ചെയ്താൽ നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾ പറഞ്ഞ സമയത്ത് കാപ്പിയും പലഹാരവും റെഡിയായിരിക്കും. അങ്ങനെ പതിയെ സ്റ്റാർബക്സ് ലോയൽറ്റി റിവാർഡ്സ് കാർഡ് പോപ്പുലറായി. കോവിഡ് കാലമെത്തി. സ്റ്റാർബക്സിന്റെ ഗ്ലോബൽ സ്റ്റോറുകളെല്ലാം അടഞ്ഞു കിടന്നപ്പോൾ ഓർഡറുകളിൽ 80% ഓൺലൈനായി. സ്റ്റാർബക്സ് ആപ്പിൽ കയറി ഐറ്റം ഓർഡർ ചെയ്യുക, സ്റ്റോറിലെ ചെറിയ കിളിവാതിലിൽ നേരിട്ടെത്തി ഓർഡർ കൈപ്പറ്റുക. പേയ്മെന്റിന് ഉപയോഗിക്കാൻ സാധിക്കുന്നത് സ്റ്റാർബക്സ് ലോയൽ കാർഡ് മാത്രം. അമേരിക്കയിലും കാനഡയിലും മാത്രം 2019 അവസാന പാദത്തിൽ $2.12 ബില്യൺ സ്റ്റാർബക്സ് കാർഡുകളിൽ ഉപഭോക്താക്കൾ ലോഡ് ചെയ്തു. 2020 ലോഡ് ചെയ്തത് $9 ബില്യൺ, ഏതാണ്ട് 75,000 കോടി രൂപ. ഇന്ത്യയിൽ ഒരു ശരാശരി വാണിജ്യ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന തുകയുടെ ഏതാണ്ട് ഇരട്ടിയോളം. അതും വെറും കാപ്പിക്കും പലഹാരത്തിനുമായി മാത്രം. 2021 സ്റ്റാർബക്സ് കാർഡിൽ ലോഡ് ചെയ്യപ്പെട്ടത് 85,000 കോടി രൂപ. 2014 അമേരിക്കയിൽ മാത്രം 14.2 മില്യൺ സ്റ്റാർബക്സ് ലോയൽറ്റി കാർഡ് ഉടമകൾ ഉണ്ടായിരുന്നിടത്ത് 2022 27.4 മില്യണായി വർദ്ധിച്ചു. സ്റ്റാർബക്സ് റിവാർഡ്സ് കാർഡ് ഗ്ലോബലായി. കോവിഡ് അവസാനിച്ചപ്പോൾ സ്റ്റാർബക്സിൽ ഓരോ 100 രൂപയുടെ ഇടപാടിലും 44 രൂപ ഈ കാർഡ് വഴിയാണ് നടക്കുന്നതെന്നായി. ഇനി ഇതിന്റെ സാമ്പത്തിക ശാസ്ത്രം. ആദ്യത്തെ കാര്യം, പ്രത്യേകിച്ച് ഒരു ചെലവുമില്ലാതെ സ്റ്റാർബക്സിന് 15,000 കോടി രൂപയ്ക്ക് മുകളിൽ മൂലധനം എപ്പോഴും അതിന്റെ അക്കൗണ്ടിൽ ഉണ്ടാകും എന്നതാണ്. അതായത് നാട്ടുകാരുടെ പണം എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന തരത്തിൽ സ്റ്റാർബക്സിന് സ്വന്തമായിരിക്കും. ഉപഭോക്താക്കൾ കാർഡിലെ പണം തീരുന്നതിനനുസരിച്ച് നിറച്ചുകൊണ്ടിരിക്കുമല്ലോ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഫ്രീ മണി ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിനോ കാത്തലിക് സിറിയൻ ബാങ്കിനോ സ്വപ്നം പോലും കാണാൻ സാധിക്കാത്ത മൂലധനമാണ് 1 രൂപ പോലും പലിശ നൽകാതെ ഓരോ വർഷവും സ്റ്റാർബക്സ് സ്വന്തം അക്കൗണ്ടിലാക്കുന്നത്. മാത്രമല്ല, ഉപഭോക്താക്കൾ ലോഡ് ചെയ്യുന്ന പണം ബാങ്കുകളിലിട്ട് സ്റ്റാർബക്സ് അതിന്റെ പലിശ വാങ്ങിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. സ്റ്റാർബക്സ് ഇന്ത്യയിലായിരുന്നെങ്കിൽ ഇടപാടുകളുടെയും മൂലധനത്തിന്റെയും കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ 4ാമത്തെ ബാങ്കായിരുന്നേനെ. രണ്ടാമത്തെ കാര്യമാണ് ഈ ഇടപാടിൽ സ്റ്റാർബക്സിന്റെ ലോട്ടറി, അൺക്ലെയിംഡ് ഗിഫ്റ്റ് കാർഡ്സ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഉപഭോക്താവ് പണം നിറയ്ക്കും. പല കാരണങ്ങളാൽ ആ പണം സ്റ്റാർബക്സിന്റെ കാപ്പി വാങ്ങാൻ ഉപയോഗിക്കില്ല. കാർഡിന്റെ കാലാവധി തീരും. 2023 സ്റ്റാർബക്സ് തന്നെ തങ്ങളുടെ ബാലൻസ് ഷീറ്റിൽ കാര്യം സമ്മതിച്ചു. $1.7 ബില്യൺ, അതായത് ഏകദേശം 14,400 കോടി രൂപ ഇത്തരത്തിൽ അൺക്ലെയിംഡ് ആയി നാഥനില്ലാതെ സ്റ്റാർബക്സിന്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. ആകെ നിക്ഷേപിക്കപ്പെട്ട തുകയുടെ 13.7%. അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ പ്രകാരം കാർഡിലെ പണം ഉപയോഗിച്ചില്ലെങ്കിൽ അത് സ്റ്റാർബക്സിന് അനന്തകാലത്തേക്ക് അവകാശപ്പെട്ടതാണ്. $10 മുതൽ $500 വരെ വാലറ്റിൽ നിറച്ച ഉപഭോക്താക്കളുടെ പണം തങ്ങളുടെ ബിസിനസ് വലുതാക്കാനും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും വർദ്ധിപ്പിക്കാനും സ്റ്റാർബക്സിന് ഉപയോഗിക്കാം. 50 രൂപയിൽ താഴെ മാത്രം ചിലവ് വരുന്ന ഒരു പ്ലാസ്റ്റിക് കാർഡ് കൊണ്ട് സ്റ്റാർബക്സ് നേടിയതാണിതെല്ലാം. ഇത്തരത്തിൽ ഉപയോഗിക്കാതെ എക്സ്പയർഡ് ആയ കാർഡുകളുടെ പണം തിരിച്ചു നൽകുന്നത് സംബന്ധിച്ച നിയമതർക്കങ്ങളെല്ലാം സ്റ്റാർബക്സിന് അനുകൂലമായാണ് വിധിച്ചത്. ബാങ്കിംഗ് റെഗുലേഷനുകൾ ഒന്നും പാലിക്കാതെ നിയമവിരുദ്ധമായാണ് ഈ കാർഡ് തരികട എന്ന തരത്തിൽ നിരവധി കേസുകൾ അമേരിക്കയിലും ഇന്ത്യയിലും അടക്കമുണ്ടായി. ഒന്നും സംഭവിച്ചില്ല.